بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. الذين يكذبون بيوم الدين. വചനം 11. അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്, ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ, അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്. وما يكذب به إلا كل معتد أثيم. വചനം 12. ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും, ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ, അസീം, മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും. إذا تتلى عليه آياتنا قال أساطير الأولين. വചനം 13. ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, ഖാല, അവൻ പറയും, അസാതീറു, പഴങ്കഥകളാണെന്ന്, അൽ ഔവലീൻ, ആദ്യത്തവരുടെ. അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്. كلا بل ران على قلوبهم ما كانوا يكسبون. വചനം 14. കല്ല, അങ്ങിനെയല്ല, വേണ്ട, ബൽ റോന, പക്ഷെ എങ്കിലും കറപിടിച്ചിരിക്കുന്നു, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, മാ കാനൂ, അവരായിരുന്നത്, യക്സിബുൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും. അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു. كلا إنهم عن ربهم يومئذ لمحجوبون. വചനം 15. കല്ല, വേണ്ട, ഇന്നഹും, നിശ്ചയമായും അവർ, അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ. വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ. ثم إنهم لصالو الجحيم. വചനം 16. സുമ്മ ഇന്നഹും, പിന്നെ നിശ്ചയമായും അവർ, ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ, അൽ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ, പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ. ثم يقال هذا الذي كنتم به تكذبون. വചനം 17. തുമ്മ യുഖാലു, പിന്നെ പറയപ്പെടും, ഹാദല്ലദി, ഇതത്രേ, കുൻതും ബിഹി, അതിനെ നിങ്ങളായിരുന്നു, തുകദ്ദിബൂൻ, വ്യാജമാക്കും. പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്. كلا إن
كتاب الأبرار لفي عليين. വചനം 18. കല്ല വേണ്ട, ഇന്ന കിതാബ നിശ്ചയമായും ഗ്രന്ഥം, അൽ അബ്റാരി പുണ്യവാന്മാരുടെ സജ്ജനങ്ങളുടെ, ലഫി ഇല്ലിയീൻ ഇല്ലിയീനിൽ തന്നെ. വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും. وما أدراك ما عليون. വചനം 19. വമ അദ്റാക നിനക്കു എന്തറിവാണുള്ളത്, മാ ഇല്ലിയൂൻ ഇല്ലിയൂൻ എന്തെന്ന്. ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്? കിതാബും മർഖൂം. വചനം 20. കിതാബുൻ ഒരു ഗ്രന്ഥമാണ്, മർഖൂം ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്. എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ചു തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവന്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാം വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15-ാം വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിന്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-ഉം 23-ഉം വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.